ഒരു വളരെ വിഷമം തോന്നിയ ഒരു കാര്യം പറയാനായിരുന്നു. ഒരു പേഷ്യൻ്റ് വന്നു, ഇന്നലെ വന്നത്. കല്യാണത്തിന് 17 വർഷമായി, വൈഫിന് ഇപ്പം 37 വയസ്സായി, ഹസ്ബൻഡ് 42+ ആണ്. കൗണ്ട് വന്നിട്ട് 3 മില്യൺ 2 മില്യൺ, FSH 15 or 16 ആണ്. അപ്പം ടെസ്റ്റിക്കുലാർ ഫെയിലിയർ തന്നെയാണ്. 5 കൊല്ലം മുന്നേ ഇവരൊരു പോയിരുന്നു, ഇവർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 5 മുന്നേ പോയപ്പോൾ ഹസ്ബൻഡിൻ്റെ സെമൻ അന്നും 3-4 മില്യൺ ആണ്. വൈഫിൻ്റെ AMH 1.8 എന്തോ ആയിരുന്നു ആ സമയം. അതായത് അത്യാവശ്യം ഫോളിക്കിളുണ്ട്. ആ സമയത്ത് IVF അഡ്വൈസ് ചെയ്തില്ല. ഇപ്പം വരുന്നു, ഡോക്ടറെ നമുക്ക് ഇത്രയും നോക്കിയില്ല, ഇനി നമുക്ക് IVFലോട്ട് പോവാം. ഇതായിരുന്നു എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ നിന്നുള്ള ആദ്യത്തെ ഡയലോഗ്. ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഞാൻ ഒറ്റ ഫോളിക്കിളാണ് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നോർമലി ഒരു പീരീഡിൻ്റെ day 2 day 3 ചെയ്യുമ്പോൾ 10നും 14നും ഇടയിൽ ഫോളിക്കിൾ കാണും. അതാണ് ഒരു ഗുഡ് ഒവേറിയൻ റിസർവ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരൊറ്റ ഫോളിക്കിൾ AMH വന്നിട്ട് 0.1 എന്തോ ആണ് 0.12 എന്തോ ആണ് വന്നിരുന്നത്. ആലോചിച്ചോളാം, നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരു 5 കൊല്ലം മുന്നേ ആണ് നമ്മളത് ചെയ്തെങ്കിൽ നമുക്കൊരു സ്വന്തം കുട്ടിയെ കിട്ടാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും വിഷയം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നമുക്കറിയാം, ഇല്ല ഈ വ്യക്തി IVFലൂടെ ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും IVFലോട്ട് പോവുക, വെയിറ്റ് ചെയ്യരുത്. അപ്പം ഡെഫിനറ്റ്ലി ഒരാൾക്ക് നമുക്കറിയാം, നമുക്ക് വേറെ 2 ട്യൂബും ബ്ലോക്കാണ്, അല്ലെങ്കിൽ വേറൊരു പേഷ്യൻ്റ് ഇങ്ങനെ സിവിയർ മെയിൽ ഫാക്ടറാണ്, നമുക്കറിയാം ചാൻസ് ഉണ്ടെങ്കിൽ അത് IVFലൂടെ മാത്രമാണ്. എന്നാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ആ ഒരു എമൗണ്ട് കണ്ടെത്തി, നിങ്ങൾ അതിനുള്ള സാഹചര്യം കണ്ടെത്തി നിങ്ങൾ വേഗം ആ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക.